ഈ നക്ഷത്രം മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ആ നക്ഷത്രത്തെ അവർ അനുഗമിച്ചു. അത് ശിശു ഇരിക്കുന്ന ഇടമായ ആ ബേത്ലഹേമിൽ എത്തുവോളം അത് സഞ്ചരിച്ചുകൊണ്ടിരുന്നു. ആ നക്ഷത്രം കണ്ടപ്പോൾ അവർക്ക് ഭയങ്കരമായ സന്തോഷമുണ്ടായി. എന്നാൽ അവർ യാത്ര ചെയ്ത് അവർ അവിടെ ശിശു ഇരിക്കുന്ന സ്ഥലത്ത് എത്തുകയാണ്. 11-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, 2-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. ആ വീട്ടിൽ അവർ ചെന്നു, ശിശുവിനെ അമ്മയായ മറിയോടുകൂടെ കണ്ടു, വീണ് അവനെ നമസ്കരിച്ചു. നിക്ഷേപപാത്രങ്ങളെ തുറന്ന് അവന് പൊന്നും കുന്തിരുക്കവും മൂരും കാഴ്ചവെച്ചു. പ്രൈസ് ദി ലോർഡ്. ഈ നക്ഷത്രം ആ ശിശു ഇരിക്കുന്ന വീടോളം എത്തിച്ചേർന്നു. യഹൂദന്മാരുടെ രാജാവായി പിറന്നവന്റെ നക്ഷത്രം കണ്ടപ്പോൾ ആനന്ദമുണ്ടായി. അതവർക്ക് വഴി കാണിച്ചു കൊടുത്തപ്പോൾ അതിലും വലിയ സന്തോഷം. അവർ വഴിതെറ്റി പോയിട്ട് തിരിച്ചു വരുന്നവർ അവർക്ക് വേണ്ടി കാത്തുനിന്ന നക്ഷത്രത്തെ കണ്ടപ്പോൾ അതിലും ഭയങ്കര സന്തോഷം അവർക്കുണ്ടായി. പക്ഷേ അവർ ആ നക്ഷത്രത്തെ അനുഗമിച്ചു, അടയാളത്തെ അനുഗമിച്ചു. എന്നാൽ അവരുടെ ലക്ഷ്യം നക്ഷത്രമായിരുന്നില്ലെന്ന് ഓർക്കണം. പിന്നെന്തായിരുന്നു? ആരുടെ അടയാളമായിട്ടാണോ നക്ഷത്രം വന്നിരിക്കുന്നത്, ആ വ്യക്തിയെ കാണുക എന്നുള്ളതാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം. അവർ ലക്ഷ്യം തെറ്റിയില്ല, ആ ലക്ഷ്യത്തിൽ നിന്ന് അവർ പിന്മാറിയില്ല. അവർ നക്ഷത്രം എന്ന അടയാളത്തെ പിൻപറ്റിയത് ശരിയാണ്, നക്ഷത്രം കണ്ടപ്പോൾ സന്തോഷിച്ചത് ശരിയാണ്. പക്ഷേ അവരുടെ ലക്ഷ്യം ആ നക്ഷത്രത്തിൽ കൊണ്ട് തീരുന്നതായിരുന്നില്ല. അവർ കാണേണ്ടവനെ കണ്ടു, അവിടെ എത്തിക്കഴിഞ്ഞ് അവനെ നമസ്കരിക്കുന്നു എന്ന് എഴുതിയിരിക്കുകയാണ്. ഇന്ന് അനേകം വ്യക്തികൾ അടയാളങ്ങളുടെ പുറകിലാണ്. അവർ കാണുന്ന താൽക്കാലികമായി തിളങ്ങി നിൽക്കുന്ന പലതും ചലിക്കുന്ന തലങ്ങളിലുള്ള പല അടയാളങ്ങളുടെ പുറകിൽ, പല അത്ഭുതങ്ങളുടെ പുറകിൽ, പല സൂപ്പർ നാച്ചുറലായി പറയുന്ന പല കാര്യങ്ങളുടെ പുറകിലാണ് പലരും ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനപ്പുറമായ തലങ്ങളിലേക്ക് അവർക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. എന്തെങ്കിലും വ്യത്യസ്തമായെന്ന് കണ്ടാൽ അതിൻ്റെ പുറകിലാണ്. ലക്ഷ്യമില്ലാത്ത ഒരു യാത്രയായി പലരും കടന്നു പോവുകയാണ്. പ്രിയമുള്ളവരെ, ദൈവം അനേകർ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഈ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിന് മുമ്പ് വഴി കാണിക്കാനായിട്ട് വന്ന യോഹന്നാൻ സ്നാപകൻ. അതിനെക്കുറിച്ച് വചനത്തിൽ നമ്മൾ കാണാൻ കഴിയുന്നത്, പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: നിങ്ങൾ യേശുവിന് മുമ്പ് വഴി കാണിക്കാൻ വന്ന യോഹന്നാൻ സ്നാപകനിൽ നിങ്ങൾ സന്തോഷിച്ചു. അത് ജ്വലിച്ചു പ്രകാശിക്കുന്ന ഒരു വെളിച്ചമായിരുന്നു, അത് അല്പകാലത്തേക്ക് വേണ്ടിയായിരുന്നു. എന്നാൽ നിത്യമായ മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന രക്ഷ വരുന്നതേ ഉള്ളൂ. ആ ക്രിസ്തുവിലേക്ക് കടന്നു വരണം എന്നുള്ള സന്ദേശമാണ് അപ്പോൾ നൽകുന്നത്. അപ്പോൾ അനേകർ അടയാളങ്ങളുടെ പുറകിലേക്ക് കടന്നുപോയിട്ട് പൂർണ്ണതയിലെത്താതെ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തെയാണ് കാണാൻ കഴിയുന്നത്. അതാണ് 11-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. അവർ ആ വീട്ടിൽ ചെന്നു, ശിശുവിനെ അമ്മയായ മറിയോടുകൂടെ കണ്ടു, വീണ് അവനെ നമസ്കരിച്ചു. നിക്ഷേപപാത്രങ്ങളെ തുറന്ന് അവന് പൊന്നും കുന്തിരുക്കവും മൂരും കാഴ്ചവെച്ചു. വേറെ ഒന്നും അവരുടെ ശ്രദ്ധയിലില്ല. അമ്മയായ മറിയ അവരുടെ ശ്രദ്ധയിൽ വരുന്നില്ല, അല്ലെങ്കിൽ നക്ഷത്രം അവർക്കൊരു അവരുടെ ശ്രദ്ധയിൽ കടന്നു വരുന്നില്ല. പിന്നെ അവരുടെ മനസ്സിൽ മുഴുവൻ നിന്നത് ഈ നക്ഷത്രം കാണിച്ചു കൊടുക്കുന്ന വ്യക്തിയെ കാണുക, അവനെ നമസ്കരിക്കുക, അവനെ ആരാധിക്കുക എന്നുള്ളതായിരുന്നു.